ജിന്നിയുടെ ഭക്ഷണം എന്താണ്? എല്ലാണ്. എല്ലിൽ നിന്നുണ്ടാവുന്ന ഫോസ്ഫറസ് അവർക്ക് ഇഷ്ടമാണ്. ആ ഫോസ്ഫറസ് അവരുടെ ഭക്ഷണമാണ്. അത് നഫ്സിന്റെ ഭക്ഷണമാണ്. ചില സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന വെള്ളപ്പൊക്കെ ഉണ്ടാവാൻ കാരണം ഇതാണ്. കാരണം എന്താണ്? ജിന്നുകൾ വന്നിട്ട് ഈ എല്ലിൽ നിന്നും ഈ ഫോസ്ഫറസ് വലിച്ചു കുടിക്കും. ആ വലിച്ചു കുടിക്കുന്ന കാരണത്താലാണ് അവർക്ക് വെള്ളംപോക്കുണ്ടാവുക. അതിന്റെ അവശിഷ്ടങ്ങളാണ് വെള്ളംപോക്കായി തീരുന്നത്. അത്തരം സ്ത്രീകളിൽ എന്ത് ചെയ്യും? അത്തരം സ്ത്രീകളിൽ ഫോസ്ഫറസിന്റെ അളവ് കുറഞ്ഞുകൊണ്ട് എല്ലിന്റെ ബലം കുറയും. അങ്ങനെ അതിനനുബന്ധിച്ച് പല അസുഖങ്ങളും ഉണ്ടാവും. മാത്രമല്ല, മനുഷ്യനിൽ തന്നെ ഒരുപാട് അസുഖങ്ങൾ ജിന്ന് മുഖേന ഉണ്ടാവുന്നതാണ്. ജിന്നുകളുടെ ഉപദ്രവം മൂലം ഉണ്ടാവുന്നതാണ്. അത് വേറെ വശം. പക്ഷെ നമ്മൾ ഈ പറയുന്ന കാര്യം ഈ നഫ്സിന്റെ വിഷയമാണ്. ഈ ജിന്ന് അതേപോലെ ഈ നഫ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് എന്ത്? മധുരം. മധുരം കൂടുതൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നഫ്സിന്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മധുരത്തോടുള്ള അമിതമായ ആസക്തി അത് വരുന്നത് എന്തിൽ നിന്നാണ്? നഫ്സിൽ നിന്നാണ്. മധുരത്തിന്റെ മെയിൻ കണ്ടന്റ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഈ കാർബോഹൈഡ്രേറ്റ് എന്നുള്ള സാധനം അത് നഫ്സിന് ഇഷ്ടപ്പെട്ട സാധനമാണ്. ഒരാള് അനിയന്ത്രിതമായി അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അവന്റെ നഫ്സ് സ്ട്രോങ് ആവും. അതേപോലെ നഫ്സിന് ഇഷ്ടപ്പെടുന്ന മറ്റൊരു സാധനമാണ് കരി. നമ്മള് ചുടുന്ന കരിയുണ്ട്, ഇറച്ചി കരിയിൽ ചുടും. ഇത്തരം കരികളിൽ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ നഫ്സിന് ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നഫ്സിനെ കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അതേപോലെ നമ്മളെ ബുദ്ധി പരിപൂർണമായിട്ടും ആരെ അണ്ടറിലാണ്? നഫ്സിന്റെ അണ്ടറിലാണ്. കാരണം എന്താണ്? നമ്മളെ നിയന്ത്രിക്കേണ്ടതായ റൂഹ് നമ്മളിൽ എന്തല്ല, ഉണർന്നിരിക്കുന്നില്ല, ഉറങ്ങിക്കിടക്കുകയാണ്. എന്നിരിക്കെ അതിന്റെ നിയന്ത്രണം ആരെ എടുത്തിട്ടുണ്ട്? ഈ നഫ്സ് ഏറ്റെടുത്തിട്ടുണ്ട്. ജനിച്ച അന്ന് മുതൽ നമ്മൾ ഇന്ന് വരെ നമ്മൾ ഇതിന്റെ അണ്ടറിലാണ്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ സ്വയം ചിന്തയല്ല, ഇതിന്റെ ചിന്തയാണ്. സ്വയം ചിന്തയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നഫ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? വീക്കാക്കണം, ശക്തി ക്ഷയിപ്പിക്കണം. എന്നിട്ട് റൂഹിനെ നമ്മൾ ഉണർത്തും വേണം. അപ്പൊ റൂഹിനെ ഉണർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഷെയ്ഖിനെ കണ്ടെത്തുക എന്നുള്ളത്. ഷെയ്ഖിനെ കണ്ടെത്തിയില്ല എങ്കിൽ ഒരിക്കലും അവന്റെ റൂഹ് ഉണരാൻ പോകുന്നില്ല. അപ്പൊ അവനൊരിക്കലും റൂഹിന്റെ ഹഖീഖത്ത് മനസ്സിലാവാൻ പോകുന്നില്ല. ഒരിക്കലും വെളിച്ചം കാണാത്ത ആൾക്ക് വെളിച്ചത്തിൽ വിശ്വാസം ഉണ്ടാവില്ല. വെളിച്ചം എന്താണെന്ന് അറിയില്ല. അവനെ എല്ലാം തമസായി തന്നെ അവൻ മനസ്സിലാക്കും. ഇതേപോലുള്ളൊരു വിഷയമാണിത്. അവൻ വെളിച്ചം കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ, റൂഹിന്റെ ഹഖീഖത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പറയും, അത് ശരി, ഞാൻ ഇത്രയും കാലം ഈ നഫ്സിന്റെ അണ്ടറിലായിരുന്നു. എന്റെ ചിന്ത, എന്റെ ബുദ്ധി, എന്റെ അറിവ് എല്ലാം ഇതിന്റെ പേരിലാണ് അവൻ മനസ്സിലാക്കുന്ന ഘട്ടമുണ്ട്. ഈ നഫ്സിന്റെ ഹഖീഖത്ത് കുറച്ചൊക്കെ മനസ്സിലാക്കി വിശ്വാസം വന്നവർക്ക് ഇതിന് സാധിക്കുള്ളൂ. ഇതൊക്കെ വെറും പാഴ്ക്കഥകളും കെട്ടുകഥകളും ആക്കി മനസ്സിലാക്കിയ ആളുകൾക്ക് ഇതിനൊന്നും സാധിക്കൂല. കാരണം അവർക്ക് ഒരിക്കലും ഇത് ബോധ്യപ്പെടൂല. കാരണം ഈ പറയുന്ന വാക്കുകൾ കേൾക്കുന്നത് ഓരോരുത്തരിലും നഫ്സ് തന്നെയാണ്, ഈ ശൈത്താൻ തന്നെയാണ്. പിന്നെ എങ്ങനെ അവർ അനുവദിക്കുക ഇതിന്ന് മുക്തി തേടാൻ വേണ്ടി കണ്ട്? കാരണം അവരെ റൂഹൊന്നും ഇത് കേൾക്കുന്നില്ല, റൂഹൊക്കെ ഉറങ്ങി കേൾക്കുകയാണ്. കേൾക്കുന്ന എല്ലാവരും കേൾക്കുന്നത് അവരവരുടെ നഫ്സിനെ കൊണ്ടാണ്. ഈ വിഷയം ഇങ്ങനെ ആയതിന്റെ പേരിൽ 100 ഉള്ള ആളുകൾ അവരാ 100 അവരെ സംസാരത്തിൽ ചെറിയ രീതിയിൽ 100 ഉണ്ടാവും. ആ 100 എത്തുന്നതിന്റെ പേരിൽ ഒരു പക്ഷേ അള്ളാഹു വിധിച്ച മൂമിനീയങ്ങളെ ആളുകൾക്ക് ഇത് ഉപകാരപ്പെട്ടേക്കാം. പക്ഷെ നമുക്കറിയില്ല. 10 ആള് നിൽക്കുന്ന കൂട്ടത്തില് എത്ര ആള് മൂമിനുണ്ട് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് 10 പേരുടെ പറയൽ ആവശ്യമാണ്. പറയൽ ആവശ്യമായതിന്റെ പേരിൽ നമ്മൾ പറയും. പക്ഷെ അതിൽ ഒന്നായിരിക്കും മൂമിനുണ്ടാവുള്ളൂ. അയാൾക്കത് ഉപകാരപ്പെടും. ബാക്കി 9 ആളും വേസ്റ്റ് ആവും. പക്ഷെ ഉപകാരപ്പെടുന്ന ആൾക്ക് അനീതി സംഭവിക്കാൻ പാടില്ലല്ലോ. അതിന്റെ പേരിലാണ് പ്രവാചകന്മാരാണെങ്കിലും ഔലിയാക്കളാണെങ്കിലും ഇത് ചെയ്യുന്നത്. ഈ ഒരു ദഅവത്ത് ചെയ്യുന്നതിന്റെ പേരിലാണ്. അല്ല, അവർക്ക് നേരത്തെ അറിയാം ഇത് നരകവാസി എന്ന് ഉറപ്പുള്ള ആളെടുത്ത് പോയി അവർക്ക് ഇത് പറയേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ഉപകാരം, അവർക്ക് ഉപദേശം ഉപകാരം ചെയ്യൂല. അതെത്ര തന്നെ അവരെ ദീനിലേക്ക് ഹഖീഖത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചു കഴിഞ്ഞാലും അവരെത്തൂല. കാരണം ഇത് നരകത്തിനോട് ബന്ധപ്പെട്ട റൂഹാണെങ്കിൽ അങ്ങനെയാണ് അതിന്റെ അവസ്ഥ. പക്ഷെ ഇത് തിരിച്ചറിയാൻ പറ്റാത്ത ഘട്ടത്തില് എല്ലാ പേരോടും പറയുന്നത് ബന്ധവും തിരിച്ചറിയാൻ പറ്റാത്ത ആ ഘട്ടത്തില് ഇത് ചെയ്യല് പുണ്യകരമായ ജോലിയാണ്.
അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് സൗഭാഗ്യവാന്മാരാണെങ്കിൽ എന്തായാലും ഈ ഇൽമിലേക്ക് ചായ്വ് വരും. ചായ്വ് വന്നവർ ഇതിനെ അന്വേഷിച്ച് കണ്ടെത്തും. പക്ഷെ ഇതിന്റെ വഴി തെളിവ് കൊണ്ട് പോകേണ്ട വഴികളല്ല. നമ്മൾ മൗലിയാക്കന്മാരെ പറയുമ്പോൾ എല്ലാ കാര്യത്തിലും തെളിവ് അന്വേഷിക്കുന്നത്. പക്ഷെ തെളിവ് വേണം, തെളിവ് കിട്ടും. പക്ഷെ വഴിയിലേക്ക് പോകേണ്ട ചില ഡിമാൻഡുകളുണ്ട്, ഓരോ കാര്യങ്ങൾ അറിയേണ്ട രീതികളുണ്ട്. അവനവന്റെ അനാനിയത്ത് നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് വിനയം എന്നുള്ള ഒരു സ്വഭാവം എടുത്തുകൊണ്ട് ചോദ്യം ചോദിക്കണം. വിനയം എന്നുള്ള സ്വഭാവം എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം, അന്വേഷകന്മാരാവണം. അപ്പൊ അല്ലാഹു തആല തുറന്നു തരും തെളിവുകൾ. അതല്ല നമ്മൾ സ്വയം വലിയ ബുദ്ധിമാന്മാരും അറിവാളികളുമായി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിത് അന്വേഷിക്കാൻ കിട്ടിക്കൊള്ളണം എന്നില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കഥയില് പറയുന്നുണ്ട്, ഖിദർ നബി അലൈഹി ഇസ്ലാമും മൂസാ നബി അലൈഹി ഇസ്ലാം തമ്മിൽ ബന്ധപ്പെടുന്ന സമയത്ത് അവർ തമ്മിൽ ഷർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് പറയുന്നവരെ ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ നിഷേധിക്കും, നിങ്ങളെ കണ്ണിൽ തെറ്റാണ് എന്ന് തോന്നുന്നതിന്റെ പേരിൽ അത് നിഷേധിക്കാൻ പാടില്ല. നിങ്ങളതിന്റെ ഹഖീഖത്ത് ഞാൻ പറഞ്ഞു തരുന്നവരിൽ നിങ്ങൾ ക്ഷമ കാണിക്കണമെന്ന് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ക്ഷമിച്ചു കൊള്ളാമെന്ന് മൂസാ നബി സ്വലം പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും മൂസാ നബി സ്വലം ഷർത്ത് തെറ്റിക്കുന്നതിന്റെ പേരിലാണ് ഈ വിഷയം അവസാനിക്കുന്നത്. അവസാനം അവർ തമ്മിൽ വേർപിരിയാണ്. ഈ വിഷയം സഹാബത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൂസാ നബി അലൈഹി ഇസ്ലാം ക്ഷമിക്കുമായിരുന്നെങ്കിൽ ഖിദർ നബി അലൈഹി ഇസ്ലാം ഇനിയും പല വിഷയങ്ങളും പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു എന്ന് ഞാൻ ആശിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. കാരണം അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഉമ്മത്തിന് ഉപകാരപ്പെടും. അപ്പൊ ഈ വിഷയങ്ങള് ആരാണ് ഏതാണ് എന്നതിലേക്കല്ല നോട്ടം. അവനവന്റെ ഉള്ളില് മുന്നോട്ട് പോകാനുള്ള ക്ഷമയുണ്ടോ, ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ, അതാണ് അള്ളാഹുവിന്റെ നോട്ടം. അള്ളാഹുവിനെ തേടുന്നവന് ആ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. അവന്റെ കയ്യിലുള്ള ആയുധം ഫ്ലെക്സിബിലിറ്റിയാണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ നമ്മളെ ഒരു പുത്രൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാല്, ഒരു മോൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് അവനെ കാണാതാവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അന്വേഷിക്കും. നമ്മളെ കൊണ്ടാവുന്ന വിധമൊക്കെ അന്വേഷിക്കും. ഏതെങ്കിലും ഒരു വിഡ്ഢി പറയാണ് വിളിച്ചിട്ട് നിങ്ങളെ മോൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലരും നമ്മളോട് പറയും അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, ആ വിളിച്ച വ്യക്തി വിഡ്ഢിയാണ്, ജാഹിലാണ്, വെറുതെ പറയാന്ന് പറഞ്ഞാൽ നമ്മൾ പോയി നോക്കും. ഇനി അതല്ല, ഏത് ലോകത്തുള്ള ആര് വിളിച്ചാൽ നമ്മൾ പോകും ആ സമയത്ത്. കാരണം നമുക്ക് നമ്മളെ കുട്ടിയെ വേണം, ഒരു പക്ഷെ ഹക്കാണെങ്കിലോ എന്നുള്ള രീതിയിലാണ് പോവുക. അവിടെ നമ്മളെ അന്വേഷണാത്മകത എങ്ങനെയാണോ ആ സമയത്ത്, നമ്മളെ ആഗ്രഹം എങ്ങനെയാണോ, എഫർട്ട് എങ്ങനെയാണോ, ആ രീതി അള്ളാഹുവിന്റെ വിഷയത്തിൽ വേണം. അത്തരക്കാരെ വിജയിക്കുള്ളൂ ഈ വിഷയത്തിൽ. അല്ലാത്തവർക്ക് ഈ വഴി അനുയോജ്യം അല്ല. കാരണം ഈ വഴിയിൽ നമ്മൾ മരിക്കേണ്ട ഒരു സാധനമാണ് നഫ്സ്. ആ നഫ്സ് ജിന്നാണ്, ജിന്നത്തിൽ പെട്ടവനാണ്. ഇബ്ലീസ് എത്രയോ കാലം മലക്കുകൾക്ക് ക്ലാസ് എടുത്തു കൊടുത്ത ഷെയ്ഖാണ്. 2000 കൊല്ലം സുജൂദ് ചെയ്തവനാണ്. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ നഫ്സ് എന്നുള്ള സംഗതി പോയിട്ടില്ല. അത് വീണ്ടും അവസരം വരുന്ന സമയത്ത് തലപൊക്കുകയാണ്. കാരണം അതിന്റെ നേച്ചർ അങ്ങനെയാണ്. അപ്പൊ മനുഷ്യനിൽ ഇങ്ങനെ ഒരു ഇബ്ലീസ് ഉണ്ട്, ഇബ്ലീസിന്റെ ഒരു ഏജന്റ് ഉണ്ട്, അത് നഫ്സാണ്. അതിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് അതും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി നമ്മൾ ചിന്തിക്കണം വിഷയങ്ങൾ, എങ്കിലേ ഇത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതല്ല നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന ആളിലേക്ക് നോക്കണം, അദ്ദേഹം ആരാ നോക്കണം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവാം. ഞാനിവിടെ പറയുന്നത് ഒരിക്കലും ഞാൻ ഷെയ്ഖായതുകൊണ്ടല്ല, പക്ഷെ എനിക്കുള്ള ഷെയ്ഖ് ഹക്കായ ഷെയ്ഖാണ്. പക്ഷെ അത് ഞാന് ഇൻഷാ അല്ലാഹ് അത് വെളിപ്പെടുത്തി പറയും ഇൻഷാ അല്ലാഹ്. ആ സമയം വെളിപ്പെടുത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഷെയ്ഖിനെ തിരിച്ചറിയാനുള്ള ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ, നിങ്ങളെ കയ്യിൽ അത് മനസ്സിലാക്കാനുള്ള കസൂട്ടി അടയാളമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിഷേധിക്കും. കാരണം നിങ്ങളുടെ നഫ്സ് ഇരിക്കുന്നുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്റെ ഉള്ളിലും ഇരിക്കുന്നുണ്ട്. ഈ നഫ്സിനെ കൊണ്ടാണ് നിഷേധിക്കുന്നത്. കാരണം നിങ്ങളല്ല നിഷേധിക്കുന്നത്, നിങ്ങളിലുള്ള ഈ നഫ്സാണ് നിഷേധിക്കുന്നത്. നഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കറുത്ത പട്ടി, അതാണ് നിഷേധിക്കുന്നത്, നിങ്ങളെ കുറ്റല്ല. ഈ നഫ്സിന്റെ വിഷയത്തിലുള്ള ഇൽമു തന്ന് കസോട്ടിയെ കുറിച്ച് മനസ്സിലാക്കി തന്ന് അത് നിങ്ങൾക്ക് ബോധ്യമായതിനു ശേഷം വെളിപ്പെടുത്തുമ്പോൾ ഒന്നും കൂടി നല്ലതാവും. ആ സമയത്ത് മൂമിനിയങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അതല്ല, ഇതാദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂമിനിയങ്ങൾക്ക് ഉപകാരപ്പെടൂല, മറ്റവർക്ക് ഉപകാരപ്പെടൂല.
മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല വിധിച്ച വിധിയുണ്ട്. ആ വിധിക്കും ചില കാര്യങ്ങൾ ബന്ധപ്പെടുത്തി പറഞ്ഞ് പഠിക്കേണ്ട വിഷയങ്ങളുണ്ട്. പക്ഷെ ആ ഹഖീഖത്ത് അറിയാത്തവര് നമ്മൾ എന്ത് ചെയ്യും? പല വിഷയങ്ങള് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ മറ്റുള്ളവർ പറയും, അത് ഹഖീഖത്ത് ആവൂല്ല. അള്ളാഹു വിധിച്ച ആളുകൾക്ക് ഒരു വിധി സംഭവിക്കും എന്നുണ്ടെങ്കിൽ ആ വിധി ചിലപ്പോൾ റദ്ദയ്യാം. അതിന് ചില കാരണങ്ങളുണ്ട്. അത് ഈ വിഷയത്തിലും സംഭവിക്കാം. അപ്പൊ അത് നമ്മളെ ഇൽമ് തരുന്ന ആളുകൾക്ക് അതിന് ബോധ്യം ഉണ്ടെങ്കിൽ അവർക്ക് അതിനൊരു നിയ്യത്തുണ്ടാവും, ഹിക്മത്തുണ്ടാവും. അപ്പൊ ഈ ഇൽമ് ഏത് വഴിയിലാണ് ഈ ഇൽമ് സംസാരിക്കുന്നത്, എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്, എന്തിനു വേണ്ടി സംസാരിക്കുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും വെളിപ്പെടുത്താതിരിക്കൂല. പക്ഷെ അതിന്റെ സമയത്ത് വെളിപ്പെടുത്തലായിരിക്കും ഉത്തമം എന്നുള്ള രീതിയിലാണ് ഇതേക്കുറിച്ച് ഡിലേ ആക്കുന്നത്. അല്ലാതെ മറ്റുള്ള കാരണം കൊണ്ടല്ല. കാരണം ഒരാൾക്ക് ചിലപ്പോൾ ഉപകാരമായിരിക്കാം, പക്ഷെ 100 ആൾക്കാർക്ക് ഉപദ്രവമാണെങ്കിൽ നല്ലത് 100 ആൾക്കാർക്ക് ഉപകാരമായി തീരുന്ന സമയത്ത് വെളിപ്പെടുത്തലാണ്. ഇൻഷാ അല്ലാഹ് നഫ്സിന്റെ വിഷയം ചെറുതായി സൂചിപ്പിച്ചെന്ന് മാത്രം. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും.